ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഡിനിയും പപ്പയൊക്കെ വീട്ടിലുണ്ടാകാറ്. അപ്പോൾ അവരെന്തെങ്കിലും പണി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അത് കണ്ടുകൊണ്ടിരിക്കുക ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ ഇന്ന് ഇതേ ഡിനു തേച്ചിട്ട മതിലൊന്നും നനക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടെ ഞാനും റൂത്തുമോളും കാഴ്ചക്കാരികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊന്നും ചെയ്തില്ല, ഞാനൊന്നും ചെയ്തില്ല, വെറുതെ അവിടെ നിൽക്കുകയായിരുന്നു. അവർക്കൊരു കമ്പനിയും കൊടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പപ്പ പറഞ്ഞു അന്ന് കൃഷിഭവനിൽ നിന്ന് കുറച്ച് ചെടികളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് നമുക്ക് നട്ടാലോ എന്നൊരു പ്ലാൻ ഇട്ടു. അപ്പോൾ അത് നടാൻ വേണ്ടി ചെന്നപ്പോൾ ഡിനുവിൻ്റെ കാലാണെങ്കിൽ ഓടെ പോയി നൈസായിട്ടൊരു പണി കൊടുത്തു. അപ്പോൾ നമ്മുടെ ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് വീട്ടിലും പരിസരത്തൊക്കെ നിറച്ചും കൊതുകാണ്. അതുകൊണ്ട് കുട്ടികളെയൊക്കെ പുറത്തിറക്കാൻ പേടിയാണ്, കൊതുകൊക്കെ കടിച്ച് വല്ല പനിയും വന്നാലോ എന്നോർത്ത്. അതുകൊണ്ട് ലൂക്കേനെ ഇറക്കിയില്ല കേട്ടോ പുറത്ത്, വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരുത്തിയേച്ച്. അവന് പനിയുടെ എന്തെങ്കിലും ഒരു സംഭവം അടുത്തോടി പോയാൽ പെട്ടെന്ന് കയറി പിടിക്കും, അതുകൊണ്ട് അവൻ ഇറക്കിയില്ല. ഇനിയിപ്പോൾ എന്നാൽ നമ്മുടെ പ്ലാനൊക്കെ ഡ്രോപ്പ് ചെയ്തില്ലേ, നമുക്ക് നേരെ അങ്കത്തട്ടിലോട്ട് കയറാം ഗൈസ്. നമ്മൾ നേരെ കിച്ചണിലോട്ട് ചെന്നിട്ടുണ്ട്. അവിടെ ചെന്നപ്പോൾ അമ്മ ഓൾമോസ്റ്റ് പണിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് അച്ചാറിടുന്ന ഒരു പരിപാടി ഉണ്ട് കേട്ടോ. അപ്പോൾ അച്ചാറിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ചെമ്മീൻ ഡിനുവിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ വലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വലയിൽ നിന്ന് കുറച്ച് ചെമ്മീൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തരാറുണ്ട്. അപ്പോൾ ഇത്തവണ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് അച്ചാറിടാന്ന് പറഞ്ഞ് ഫ്രീസറിൽ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്ത് പുറത്ത് വെച്ചിട്ടാണ്. അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിച്ചു എന്താ സ്പെഷ്യൽ എന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ വെച്ച വിന്താലും ഉണ്ട്, പിന്നെ പുഴുങ്ങിയ ഇറച്ചിയുണ്ട്. പിന്നെ അതിന് കോമ്പിനേഷനായിട്ട് ഡിനു ദേ പോയി അപ്പം മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മറ്റേ കവറിൽ ലൂക്കിനുള്ള പഴമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വേഗം പോയി സെറ്റായി. വിന്താലും പുഴുങ്ങിയ ഇറച്ചി എന്നൊക്കെ കേട്ടപ്പോൾ, അപ്പോൾ അപ്പം എന്നൊക്കെ കേട്ടപ്പോഴേ ഫുഡ് കഴിക്കാൻ ഒരു ത്വര വന്ന് വേഗം പോയി ഫ്രഷായി ബ്രഷൊക്കെ ചെയ്തിട്ടോ. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് സൺഡേ ഒക്കെ ആകുമ്പോൾ ആരെങ്കിലും വരുമല്ലോ. അപ്പോൾ ഇതാണ് പുഴുങ്ങിയിറച്ചി. കൊച്ചിക്കാർക്ക് അറിയാൻ പറ്റും പുഴുങ്ങിയിറച്ചി എന്താണെന്ന്, അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന്. അത് പുട്ടും കൂട്ടിയൊക്കെ കഴിക്കാനാണെങ്കിൽ ഉണ്ടല്ലോ കൈ സ്വർഗ്ഗം കണ്ടു, അത്ര ടേസ്റ്റാണ്. പുഴുങ്ങിയ ഇറച്ചി കണ്ടപ്പോൾ ഇല്ല ഗൈസ്, ഡിനുവിന് പുട്ട് മതി. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ കുറച്ച് പുട്ടുണ്ടായിരുന്നു, അതെടുത്ത് ഞാൻ പിന്നെയും പൊടിയാക്കിയിട്ട് പിന്നെയും പുട്ടാക്കി വെച്ചു. എന്തല്ലേ ഗൈസ് ഞാൻ പറയുന്നത്, അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് ഇന്നലെ ഉണ്ടാക്കി വെച്ച പുട്ടായിരുന്നു, അതൊന്നും കൂടി ആവി കയറ്റി എടുത്തു, അത്രേ ഉള്ളൂ ഗൈസ്. പുട്ട് സെറ്റാക്കിയിട്ട് കുറച്ച് പാത്രം കൂടി കഴുകാണ്ട് അതും കഴുകി വെച്ചിട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ ഫുഡ് കഴിക്കായിരുന്നു. ഇതാണ് കേട്ടോ ഗൈസ് പുഴുങ്ങിയിറച്ചി. 2 അപ്പവും കുറച്ച് പുഴുങ്ങിയിറച്ചിയും കുറച്ച് എരിവിറച്ചിയും, അതായത് വിന്താലും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട് കിടക്കുന്നത് കണ്ടോ, റൂത്ത് മോൾ അപ്പം തിന്നതാണ് ആ കാണുന്നത്. അപ്പോൾ അവൾ തിന്നില്ല, എന്നിട്ട് അവിടെ പോയിട്ടൊരു റോബസ്റ്റ പഴം എടുത്ത് കഴിച്ചിട്ടോ. സൺഡേ ആയതുകൊണ്ട് ആരെങ്കിലും വരും, ഒന്നെങ്കിൽ കല്യാണം ക്ഷണിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ക്ഷണിക്കാനൊക്കെ ആരെങ്കിലും വരുമല്ലോ. അപ്പോൾ വീട് എപ്പോഴും നീറ്റായിട്ടിരിക്കണമെന്ന് അമ്മയുടെ ഉത്തരവ്. അപ്പോൾ ഞാൻ വേഗം തന്നെ ക്ലീൻ ചെയ്തിട്ടിട്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അതുകൊണ്ട് ഫുഡ് കഴിക്കുന്ന വീഡിയോയും കൂടി ഇതിൽ ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഗൈസ്. അത് കഴിഞ്ഞിട്ട് വേഗം റെഡിയാകാൻ പറഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ വേഗം റെഡിയായി പുറത്ത് പോയി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം റൂത്ത് മോള് നല്ല കലിപ്പിലായിരുന്നു. വേഗം തന്നെ തിരിച്ചും പോരേണ്ടി വന്നു. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്.